വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ 3 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, എന്നാലും തളരില്ല രാമൻകുട്ടി എന്നുള്ള വിധത്തിലായിരുന്നു നമ്മളെ പോക്ക്. സോ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് നിലമ്പൂർക്കാണ്. ഒന്നുമില്ല, ചുമ്മാ ഒരു ഡെസ്റ്റിനേഷൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ എണീച്ചുകൊണ്ട് തന്നെ വണ്ടി കയറിയ പോലെ ഇതാ ഷുട്ടൂപ്പി ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നല്ല ഉറക്കമായിരുന്നു ആൾ. അപ്പോൾ പിന്നെ കുറേ ദൂരം പോയപ്പോൾ നമ്മളന്ന് ഫുഡൊക്കെ കഴിച്ച് ഫില്ലാക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു മന്തി റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതാ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ഡെസ്റ്റിനേഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ കോവിലകം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കാവടി തുള്ളി പോയിട്ട് ഒന്നും നടന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അവിടെ നമുക്കങ്ങനെ പബ്ലിക്കലി പെട്ടെന്നൊന്നും അങ്ങനെ കയറി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ പണി പാളിയെന്ന് മനസ്സിലായി തിരിച്ചു വിട്ടു. അങ്ങനെ നമുക്ക് ആടുന്ന ഒരാൾ പറഞ്ഞു തന്ന സ്ഥലമായിരുന്നു ഒരു സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയിരുന്നു. അവിടെ നമുക്ക് പാസ്സൊക്കെ ഉണ്ട്. 40 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. അത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് കാടൊക്കെ കയറി അങ്ങനെ പോകേണ്ട ഒരു പ്ലേസാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇത് പണ്ട് 1928 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു ബംഗ്ലാവാണിത്. സ്കൈ വാക്കിൻ്റെ ഓൾഡ് ഡിഫോ ഫോറസ്റ്റ് ബംഗ്ലാവാണിത്. ഇതിൻ്റെ ഈ ജനലൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ വാക്കാണ്. വലിയ അയൺ ബ്രിഡ്ജ് ഇങ്ങനെ കാട്ടിന് നടുക്കിലൂടെ അങ്ങോളം വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ നാഗവല്ലി എഫക്റ്റ് കയറിയതുകൊണ്ട് ഞാനും ചുറ്റും കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മളിതാ നേരെ സ്കൈ വാക്കിൻ്റെ ബ്രിഡ്ജ് കയറാൻ തുടങ്ങി. ഇത് മൊത്തമായിട്ടുള്ള ഇങ്ങനെ ഒരു അയൺ ബ്രിഡ്ജാണ്. കാടിൻ്റെ നടുക്കൂടെ അങ്ങേ അറ്റം വരെ എത്താൻ പറ്റുന്ന വിധത്തിലുണ്ട്. ഫുള്ള് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകണം. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നമ്മൾ പോയപ്പം വലിയ മഴ കിട്ടിയില്ല, അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റി. ആൻഡ് ഇത് അങ്ങ് താഴെ വരെ ഉണ്ട് കേട്ടോ. നമ്മൾ പക്ഷെ താഴെ വരെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല, പകുതി വരെ പോയി. അവിടെ നിന്ന് കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്തു. കിളികളുടെ കളകളാരവങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ചുട്ടൂന് അധികം നിർത്തിക്കൂടാ മഴയത്ത് എന്നുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചിതാ ബ്രിഡ്ജ് കയറി പിന്നെ താഴേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്ന് എന്താ പറയുക മഴയൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ നേരെ കാടിറങ്ങി. കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷയിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് 5 മണി വരെ അങ്ങനെ ഒപ്പമുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. നല്ല സമൂസയായിരുന്നു, വെറൈറ്റി ആയിരുന്നു സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.